ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ കരുതാൻ പറ്റിയതുമായിട്ടുള്ള നല്ലൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഇത് വീട്ടിൽ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇത് ഉച്ചയ്ക്ക് ലഞ്ചിന് പ്രത്യേകിച്ച് വലിയ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വലിയവരും കുട്ടികളും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ടൊമാറ്റോ റൈസ്. ഞാൻ ടൊമാറ്റോ റൈസ് തയ്യാറാക്കിയിട്ടുള്ളത് ജീര റൈസ് കൊണ്ടാണ്. ഇനി ഇത് വേണമെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ടും പൊന്നി റൈസ് വെച്ചിട്ടും എല്ലാം ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ഒരു കടായി ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് വറുത്ത് എടുക്കാം. നമുക്ക് ഇത് ഏറ്റവും അവസാനം നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് ഈ കശുവണ്ടി പരിപ്പ് ഞാനിപ്പോൾ വറുത്ത് കോരുന്നത്. ഇനി ഇത് നമുക്ക് വറുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കുറച്ച് മസാലകൾ പൊട്ടിച്ചെടുക്കാം. 2 കരിയാമ്പും 2 ഏലക്കായും കുറച്ച് പട്ട കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പൂടെ ഇട്ട ശേഷം നമുക്ക് ഇത് നന്നായിട്ടത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് എരിവിനാവശ്യമായിട്ട് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി 2 എണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായി ഉടഞ്ഞ് വരണം. ആ സ്പാറ്റില ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പൂടെ ചേർത്തിയിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതുപോലെ ആക്കിയെടുക്കണം നമ്മൾ. കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ പാടില്ല. ഇനി ഈ തക്കാളി എല്ലാം നല്ലപോലെ സോഫ്റ്റായി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറ്റിയെടുക്കണം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല, 1 നുള്ള് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ മസാല പൊടികളുടെയും എല്ലാം പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും എടുക്കാറില്ല. ഇനി അതിലേക്ക് ഞാൻ ഒരു ഫ്ലേവറിനായിട്ട് കായത്തിൻ്റെ പൊടി 1 നുള്ള് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. ഇനി ജീര റൈസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. 1 കപ്പ് ജീരകശാല അരി ഞാൻ 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം അത് ഊറ്റിയെടുത്തിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരി ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ആ മസാലയുടെ കൂടെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം. അരിയിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് ഒന്ന് സ്പ്രെഡായിട്ട് വരണം. ഇതുപോലെ ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ ഫ്ലെയിം താഴ്ത്തി വെച്ച ശേഷം വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. ഇനി 1 കപ്പ് ജീര റൈസിന് ഞാൻ 1.25 കപ്പ് തിളച്ച വെള്ളമാണ് ഇത് വേവിക്കാനായിട്ട് ഒഴിച്ചിട്ടുള്ളത്. വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും അതുപോലെ തന്നെ തക്കാളി വഴറ്റുമ്പോഴും അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തിട്ട് വേണം ഇനി ബാക്കി ചോറിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ. ഉപ്പ് അല്പം മുന്തി നിൽക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ ടൊമാറ്റോ റൈസ് തയ്യാറായി വരുമ്പോൾ ശരിയായ ഉപ്പ് അതിനെ കാണുകയുള്ളൂ. ഒരു 10 മിനിറ്റ് മീഡിയത്തിലും താഴെ ഫ്ലെയിമിൽ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, മൂടി വെച്ച്. ഇപ്പോൾ അരിയെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ.
വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണല്ലോ ടൊമാറ്റോ റൈസ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.